lights my heart. Lord, I need you. Oh, I need you. Every hour I need you. My one defense, my righteousness. Oh God, how I need you. The sin runs deep. Your grace is warm. Where grace is found is where you are. Where you are, Lord, I am free. Holiness is Christ in me. Lord, I need you. Oh, I need you. Every
കർത്താവിന്റെ സംരക്ഷണം. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് എന്നെ വേടന്റെ കെണിയിൽ നിന്നും മഹാമാരിയിൽ നിന്നും എന്നെ രക്ഷിക്കും. തന്റെ തൂവൽ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലത്തുഭാഗത്ത് 10,000. എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടന്റെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമർപ്പിച്ചു. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തു പരിപാലിക്കുവാൻ അവിടുന്ന് നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ സംവഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തോടെ നിന്നെ ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. എന്റെ കഷ്ടതകളിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എന്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. തിരുവോസ്തിയ അൾത്താരയിലണയുമീശുവേ, നിന്നെ കാണുവാനായി കണ്ടു സ്തുതിക്കാൻ ഞാനിതാ വരുന്നു. നിന്നിലലിയാൻ ഞാൻ വരുന്നു. തിരുവോസ്തിയായി നിന്നെ കാണുവാനായി കണ്ടു സ്തുതിക്കാൻ ഞാനിതാ വരുന്നു. നിന്നിലലിയാൻ ഞാൻ വരുന്നു. പാപങ്ങളും പാഴ്മോഹങ്ങളും ദൂരെയകറ്റീതാ വരുന്നു. പാപങ്ങളും പാഴ്മോഹങ്ങളും ദൂരെയകറ്റീതാ വരുന്നു. എനിക്കീശോ മതി ഈ അൾത്താരയിൽ, എനിക്കവനെ കാണാൻ കൊതിയാവുന്നു. എനിക്കീശോ മതി ഈ അൾത്താരയിൽ, എനിക്കവനെ കാണാൻ കൊതിയാവുന്നു. തിരുവോസ്തിയ അൾത്താരയിലണയുമീശുവേ, നിന്നെ കാണും. ഈ ദാസനെ ചേർക്കുകയും പ്രസാദ
ദൈവമേ, എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു. ജീവന്റെ ദൈവത്തെ കാണുവാൻ എന്റെ ആത്മാവ് ദാഹിക്കുന്നു. ഞാൻ ഇപ്പോൾ അങ്ങയെ ദൈവത്തെ കാണും. എന്റെ ആത്മാവേ, നീ എന്തിന് ആകുലപ്പെടുന്നു? നീ എന്തിന് വിഷമിച്ചു വരുന്നു? നീ ദൈവത്തെ ആശ്രയിക്കുക. രക്ഷകനായ ദൈവത്തെ ഞാൻ പ്രകീർത്തിക്കും. എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. പകലിൽ ദൈവം തന്റെ അനുഗ്രഹം വർഷിക്കും. രാത്രിയിൽ ഞാൻ അവിടുത്തെ സ്തുതിക്കും. നീ ദൈവത്തെ അഭിനന്ദിക്കുക. രക്ഷകനായ ദൈവത്തെ ഞാൻ പ്രകീർത്തിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ ആമേൻ. ആത്മാവിനാൽ ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് ചെയ്ത കർത്താവേ, നിന്റെ കരുണയേറിയ വാഗ്ദാനം ഈ ദാസനിൽ പൂർത്തിയാക്കണമേ. നിന്റെ ദാനവിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും എന്നതിനേക്കാൾ ശിശുക്കൾക്ക് നൽകിയിരിക്കുമല്ലോ. നിന്റെ കൃപയാലൂടെ പാപക്കറകൾ വഴി ഈ ശിശു ബുദ്ധിയെന്നും പ്രാപിക്കട്ടെ. നിന്റെ ഭൗതിക ശരീരത്തിന്റെ അവയവമായി തീരുന്ന ഈ ദാസൻ ഉദാസകളുടെ സ്വീകരണം വഴി ആത്മീയവും ശാരീരികവുമായി വളരുവാൻ ഇടയാകട്ടെ. ഈ ദാനത്തെ പ്രതി ഈ ദാസനോട് നിങ്ങൾ നിനക്ക് നന്ദി പറയുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിശാചിന്റെ അടിമത്തിൽ നിന്ന് മോചിതനാകുവാൻ നീ ആഗ്രഹിക്കുന്നു. പാപവും പാപമാനങ്ങളും നീ ഉപേക്ഷിക്കുന്നു. ഈശോമിശിഹായെ നിന്റെ രക്ഷകനായി സ്വീകരിക്കുന്നു. ഈ അഭിഷേക തൈലത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജോസഫ് മുൻപിലായി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാവുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയെ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാത്തിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ എന്നേക്കും. സർവ്വാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. വിശുദ്ധരെ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദീർഘനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ.
അതുവഴി ആത്മശീലങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ബലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ്. നിങ്ങൾ ക്രിസ്തുവിലുള്ളവരാണെങ്കിൽ അബ്രാഹത്തിന്റെ സന്തതികളാണ്, വാഗ്ദാനമനുസരിച്ചുള്ള അവകാശികളുമാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സുവിശേഷ ഗീതികൾ പാടാം, യേശുവിൻ സാക്ഷികളാകാം. ലോകത്തിലെങ്ങും പോകാം, നാഥൻ വിളിക്കുന്നു നമ്മെ. സുവിശേഷ ഗീതികൾ പാടാം, യേശുവിൻ സാക്ഷികളാകാം. വന്നണഞ്ഞിടുന്ന നേരം പരിശുദ്ധനാകുന്ന റൂഹ, വന്നണഞ്ഞിടുന്ന നേരം ശക്തി ചൈതന്യങ്ങളേറും നവജനമായി നാം മാറും. ശക്തി ചൈതന്യങ്ങളേറും നവജനമായി നാം മാറും. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അനന്തരം ഈശോ യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുവാൻ ഗലീലിയായിൽ നിന്ന് യോർദാൻ നദിയിൽ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വന്നു. യോഹന്നാനാകട്ടെ ഈശോയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, അങ്ങിൽ നിന്ന് ഞാൻ സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ അങ്ങ് എൻ്റെ പക്കൽ വരുന്നുവോ? എന്നാൽ ഈശോ മറുപടി പറഞ്ഞു, ഇപ്പോൾ ഇങ്ങനെ നടക്കട്ടെ, അങ്ങനെ സർവ്വധർമ്മവും പൂർത്തിയാക്കുന്നത് നമുക്ക് യുക്തമാകുന്നു. അപ്പോൾ യോഹന്നാൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞ് ഈശോ വെള്ളത്തിൽ നിന്ന് കയറി. ഉടനെ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവിടുന്ന് കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേൾക്കുകയും ചെയ്തു. മാമോദീസ സ്വീകരിക്കുന്ന വ്യക്തികൾക്കാണ് മറ്റ് കുദാശകൾ സ്വീകരിക്കുവാനായിട്ട് സഭയിൽ അവകാശമുള്ളത്. പ്രാഥമിക കുദാശയായിട്ട് മാമോദീസയെ കടക്കുവാനായിട്ടുള്ള കാരണവും അതുതന്നെയാണ്. ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ടത് ഈശോ സ്നാനം സ്വീകരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടുന്നതായിട്ടും സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം ഉണ്ടാകുന്നതായിട്ടും കേൾക്കുന്നുണ്ട്. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഓരോ കുഞ്ഞും മാമോദീസ സ്വീകരിക്കുമ്പോൾ ദൈവം ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഒരു ഗിഫ്റ്റ് ഓഫ് ലവ് എന്ന് പറയുന്ന ഒരു ചെറിയ കഥയുണ്ട്. അത് ഇപ്രകാരമാണ്. ഒരു അമ്മ തൻ്റെ കുഞ്ഞിന് അധികം പ്രായമാകുന്നതിന് മുമ്പ് ഈ അമ്മയ്ക്ക് അസുഖമുണ്ടാകുന്നു. ഇങ്ങനെ അസുഖമുണ്ടായപ്പോൾ ഈ അമ്മയ്ക്ക് മനസ്സിലായി ഈ അസുഖം വളരെയധികം ബുദ്ധിമുട്ട് അമ്മയ്ക്കുണ്ടാകും. അതുകൊണ്ട് ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് 10 വർഷത്തേക്ക് കുഞ്ഞിന് കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കാസറ്റ് റെക്കോർഡ് ചെയ്ത് 10 കാസറ്റുകൾ റെക്കോർഡ് ചെയ്ത് ഈ കുഞ്ഞിനെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ രോഗം മൂലം ഒരുപക്ഷെ മരിക്കും, പക്ഷേ അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ 10 വർഷത്തേക്ക് നിനക്ക് കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കാസറ്റ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ മരണശേഷം മാത്രമേ നീ ഈ കാസറ്റ് കേൾക്കാറുള്ളൂ. കുഞ്ഞ് ഒരു 7-8 വയസ്സുള്ളപ്പോൾ അമ്മ ഈ ലോകത്ത് നിന്ന് വേർപിരിഞ്ഞു പോയി. അതിനുശേഷം
ഓരോ വർഷവും ക്രിസ്മസ് വരുന്ന സമയത്ത് കുഞ്ഞ് ഈ കാസറ്റ് എടുത്ത് അമ്മ ഓരോ വർഷവും എന്താണ് കുഞ്ഞിനോട് പറയാനായിട്ടുള്ളത് എന്ന് കേൾക്കുവാനായിട്ട് തുടങ്ങി. 1-ാമത്തെ വർഷം കേട്ടു, 2-ാമത്തെ വർഷം കേട്ടു, ഇങ്ങനെ 9 വർഷങ്ങൾ കേട്ട് 10-ാമത്തെ വർഷം കുഞ്ഞിന് വളരെയധികം ആകാംക്ഷയുണ്ടായി, വളരെ അധികം സന്തോഷമുണ്ടായി. കാരണം ഇത് അമ്മയുടെ അവസാന വാക്കുകളാണ്. എന്താണ് അമ്മ ഇവന് വേണ്ടി പറയുവാനായിട്ടുള്ളത് എന്ന് ഇവന് വളരെയധികം ആകാംക്ഷയോടെ കാത്തിരുന്നു. രാവിലെ തന്നെ എഴുന്നേറ്റ് പ്രഭാത കൃത്യങ്ങൾക്കൊക്കെ ശേഷം ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വന്ന് അമ്മയുടെ ഛായാചിത്രത്തിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് ഇവന് ഈ കാസറ്റ് പ്ലേ ചെയ്യുകയാണ്. അപ്പോൾ അമ്മ പറയുകയാണ്, മോനെ, നിനക്കറിയാമോ, ഈ ഭൂമിയിൽ മോൻ അമ്മ ഏറ്റവും അധികം സന്തോഷിച്ചത് മോൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോഴാണ്. എനിക്കറിയാം, എൻ്റെ മോൻ എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് വളരുന്നത്. അമ്മ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഏറ്റവും നല്ല കുഞ്ഞായിട്ടാണ് മോൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്ന് അമ്മയ്ക്കറിയാം. അമ്മ ഏറ്റവും അധികം സന്തോഷിച്ചത് മോൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ദിനമാണ്. പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. എല്ലാ ജനതകളെയും സുവിശേഷം അറിയിച്ച് ശിഷ്യപ്പെടുത്തി മാമോദീസ നൽകുവാൻ കൽപ്പിച്ച കർത്താവേ, നിന്റെ കൽപ്പന അനുവർത്തിക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമേ. ഭൂമിയിൽ സ്വർഗരാജ്യം സ്ഥാപിക്കുവാൻ നീ നിയോഗിച്ച സഭ ഞങ്ങളിലൂടെ ആ ദൗത്യം പൂർത്തിയാകട്ടെ. മനുഷ്യരെല്ലാവരും ഒരിടേന്റെ കീഴിൽ ഒരാലയത്തിൽ ഒന്ന് ചേരുന്ന നിന്റെ രക്ഷാകര ദിനം വേഗം സംജാതമാകട്ടെ. ഞങ്ങൾ പരികർമ്മം ചെയ്യുന്ന ഈ വിശുദ്ധ കൂദാശ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്താൽ ഈ ശിശുവിന് നിത്യജീവനിലേക്കുള്ള കവാടമായി ഭവിക്കട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരനെ, നിങ്ങൾ കയ്യപ്പിനെ വിളിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലൈകികവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലങ്കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്ന് അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് ഞങ്ങളെ അങ്ങുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങയെ ദോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധ മാമോദീസയുടെ പരികർമ്മത്തിനൊരുക്കമായി കാർമികൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ നിന്ന് മൗനമായി പ്രാർത്ഥിക്കാം. നഷ്ടപ്പെട്ടു പോയവരെ അന്വേഷിച്ച് കണ്ടെത്തുകയും ചിതറിപ്പോയവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന കർത്താവേ, നിന്റെ സഭയിൽ പുരോഹിതശുശ്രൂഷ ചെയ്യുവാൻ വിനീതനായി ദാസനെ തിരഞ്ഞെടുത്തുവല്ലോ. സകല നീതിയും പൂർത്തിയാക്കുവാൻ വേണ്ടി യോർദാനിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിക്കുകയും മാമോദീസ നൽകുവാൻ ശ്രീമാരെ നിയോഗിക്കുകയും ചെയ്ത കർത്താവേ, ഈ കൂദാശയ ദാവീദ് പരികർമ്മം ചെയ്യുവാൻ എന്നെ യോഗ്യനാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. നമ്മുടെ കർത്താവേ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ അതിലേക്ക് ഉയരട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് നമുക്ക് ആരാധനയും സ്തുതിയും സമർപ്പിക്കാം. അത് ന്യായവും യുക്തവുമാകുന്നു. കർത്താവായ ദൈവമേ, യോർദാനിൽ വെച്ച് മാമോദീസ സ്വീകരിച്ചപ്പോൾ ഈശോയുടെ മേൽ ഇറങ്ങി വസിച്ചവനും മനുഷ്യപ്രകൃതിയെ നവീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവ് ഈ ജലത്തിൽ ഇറങ്ങി വസിക്കട്ടെ. അവിടുന്ന് ആവസിക്കുന്ന ഈ ജലത്തിൽ സ്നാനപ്പെടുന്നവർക്ക് രക്ഷ ലഭിക്കുമാറാകട്ടെ. ശരീരത്തിനും ആത്മാവിനും പൗത്രീകരിക്കപ്പെട്ട് അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും പുണ്യതയും സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാവുകയും ചെയ്യട്ടെ.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദീസായിലൂടെ പാപമോചനം നൽകി ആത്മീയ ജന്മം നൽകുന്ന ഒരു പുതിയ ഉദരമായി തീരുവാൻ ഈ ജനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധ ദൈവത്തോട് കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജോസഫ് വിശുദ്ധ തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജോസഫ് മാമോദീസ മുക്കപ്പെടുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ വിശുദ്ധിയുടെ വസ്ത്രത്താൽ നിന്നെ അലങ്കരിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കുവാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. ലോകത്തിന്റെ പ്രകാശമായ മിശിഹ നിനക്ക് മാർഗ്ഗദീപമായിരിക്കട്ടെ. മാമോദീസയിലൂടെ ദേവനായിട്ട് പരിശുദ്ധനാമയുടെ വാഗ്ദാനങ്ങൾക്കായി കാത്തിരുന്ന ഈ ദാസന് വേണ്ടി കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ ഇവനെ നിറയ്ക്കണമേ. ക്രിസ്തീയ ജീവിത പൂർണ്ണതയിലേക്ക് ഇവൻ വളരുമാറാകട്ടെ. ഐശ്വര്യകാലത്ത് അങ്ങയെ വിസ്മരിക്കാതിരിക്കുവാനും ക്ലേശങ്ങളിൽ അങ്ങയെ ആശ്രയിക്കുവാനും ഇവൻ ശക്തനാകട്ടെ. ലോകത്തിൽ അങ്ങയുടെ സജീവ സാക്ഷിയായി ജീവിച്ച് മരണശേഷം നിത്യസൗഭാഗ്യം അനുഭവിക്കുവാൻ ഇവനെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ പൂരിതനായി വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട് മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ നീ ആഗ്രഹിക്കുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ശ്രീഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ ചവരെ ശക്തിപ്പെടുത്തി അങ്ങയുടെ അന്ധകാരത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ശ്രീഹന്മാരുടെയും അവരുടെ പിതാവികളുടെയും ദൈവം വഴി പരിശുദ്ധാത്മാവിന്റെ ദാനം ഇന്ന് സഭയിൽ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദിവ്യദാനം അങ്ങയുടെ ദാസന് നൽകുന്നതിന് എളിയവനായ എന്നെ യോഗ്യനാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും മാമോദീസായുടെ പുതുജന്മവും മിശിഹായുടെ ഭൗതിക ശരീരത്തിൽ അംഗത്വവും നിത്യജീവിതത്തിനുള്ള അവകാശവും ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഈ ദാസനെ മുദ്രിതനാക്കണമേ. ആപിതാവേ എന്ന് അങ്ങേ വിളിക്കുവാൻ പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെ ഈ ദാസന് നൽകണമേ. കൈവെപ്പ് ശുശ്രൂഷ വഴി ദിവ്യാത്മാവിനാൽ നിറഞ്ഞ് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരപടയാളി സഭയുടെ വിശ്വസ്തദാസനുമായി ജീവിക്കുവാൻ ഇവനെ ശക്തനാക്കണമേ. അങ്ങയുടെ ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും
ദയയും നന്മയും വിശ്വസ്തയും സൗമ്യതയും ആത്മസമീപനവും ഇവനിൽ നിറയട്ടെ. അങ്ങയുടെ അനുഗ്രഹത്താൽ നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ഈ ദാസന് ഇടയാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദീസ സ്വീകരിച്ച ജോസഫ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പൂർണ്ണരാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. കർത്താവായ ദൈവമേ, ദാസൻ സ്വീകരിച്ച ജീവനായകമായ അടയാളവും പരിശുദ്ധാത്മാവിന്റെ കൃപാവന പൂർണ്ണതയും ഇവൻ അർപ്പിച്ചിരിക്കുന്ന നവജീവിതവും ധരിച്ചിരിക്കുന്ന നീതിയുടെ കവചവും ശത്രുവിന്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നായി ഈ ദാസനെ സംരക്ഷിക്കട്ടെ. മിശിഹായുടെ ദിവ്യപരിമളം ജീവിതത്തിലുടനീളം പ്രസരിപ്പിക്കുവാൻ ഇവന് ഇടയാവുകയും ചെയ്യട്ടെ. ആത്മീയാനന്ദത്തിന്റെയും നിത്യസൗഭാഗ്യത്തിന്റെയും അടയാളമായി ജോസഫ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജീവന്റെ കിരീടമണിയിക്കപ്പെടുന്നു. ഈശോ അണയും
സകലേശൻ വീരോടു നമ്മെ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കാ ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭമാർന്നീടാ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എൻ രക്തം പാനം ചെയ്യും. മാനവനിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാ. വിധിയിൽ വീഴാത്തവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സീകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലിൻ നീ ബലിയിൽ പങ്കാളികളാം അഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാദാനങ്ങൾ നൽകി അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയുടെ നിന്നും ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാ അഖിലരിലും ദൈവം വരനീര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ഓരോരുത്തരിലും പുതിയതാകുന്നത്. ഈ വേളയിൽ ദൈവത്തിൻ്റെ മകനും സഭയുടെ അംഗവുമായി തീരുന്ന നമ്മുടെ ഏബലിൻ്റെ മാമോദീസ ചടങ്ങിനായി എത്തിച്ചേർന്നിരിക്കുന്ന ഏവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തകൻ ഇപ്രകാരം പറയുന്നു: കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്. അവ കൊണ്ട് അവനാടി നിറയ്ക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. ടോബി കൊച്ചാച്ചനും അഭിചേച്ചിക്കും അവരുടെ യൗവനത്തിൽ ദൈവം നൽകിയ 2 സമ്മാനങ്ങളാണ് ആദിലും ഏബലും. കൂടുമ്പോൾ ഇമ്പമുള്ളതായി കുടുംബങ്ങൾ മാറുന്നത് കുഞ്ഞുങ്ങളും ഒപ്പം ഉണ്ടാകുമ്പോഴാണ്. ദൈവാനുഗ്രഹത്താൽ മാതാപിതാക്കളാകുവാൻ ഭാഗ്യം ലഭിച്ച ടോബി കൊച്ചാച്ചനും അഭിചേച്ചിയും വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Jesus loved me with everlasting love. Jesus loved me with everlasting
to hold beside and fall behind. Wintertime I will find more than what's on my mind, to run and hide far from the sight. Through this forever we stay together, through hopeless times, with all the color more like a treasure. We're hopeless minds. Wintertime I will find more than what's on my mind, to run and hide far from the sight. Through this forever we stay together, through hopeless times, with all the color more like a treasure. We're hopeless minds. Dim dana dim dim na dim dana dim dim na dim dana dim dim na de. Dim dana dim dim na dim dana dim dim na dim dana dim dim na de. Now when I fall through the endless light, you stay me laugh and cry, changing my ways with a broken mind forever. All of these questions left behind, swept away by the ocean tide, changing our ways with a broken mind forever. Looking in the stars and take a look down, I see smiles so far away. Let me take a gaze and sing out loud, maybe I can make a change. Walking in the stars and take a look down, I see smiles so far away. Let me take a gaze and sing out loud, maybe I can make a change. Through this forever we stay together, through hopeless times, with all the color more like a treasure. We're hopeless minds. Dim dana dim dim na dim dana dim dim na dim dana dim dim na de. Dim dana dim dim na dim dana dim dim na dim dana dim dim na de. Dim dana dim dim na dim dana dim dim na dim dana dim dim na de. Dim dana dim dim na dim dana dim dim na dim dana dim dim na de. इश्क में दिल बना है, इश्क में दिल फना है, ओ
सा है, इश्क ख्वाब ख्वाब सा है, मेरा बेहिसाब सा है, तेरे लफ्ज चूम लूं मैं, उर्दू की किताब सा है। जग तेरे लिए छोड़ी इश्क में दिल बना है, छोड़ी इश्क में दिल बना है, खो गया। Are you broken? Low in life, there's a man who paid the highest price for your freedom. With every scar, with every wound came a brand new start. And make this confession before the crowd. Fully committed.